അപ്പോൾ ഇത് കുട്ടികൾക്ക് കുളിക്കാനുള്ള സൗകര്യം. കുട്ടികളൊക്കെ നീന്തം പഠിക്കാൻ വേണ്ടിയിട്ട് ബോയൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ കുട്ടികളെ കുളിപ്പിക്കുക. 300-നടുത്ത് മെമ്പേഴ്സ് ഉള്ള ഒരു ക്ലബ്ബ് ഉണ്ട്, MCU മാതാംകുളം. ഈ മാതാംകുളത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ചായക്കട ഉണ്ട്. അപ്പൊ ഈ വെള്ളത്തിൽ മുങ്ങാ കിട്ടാൻ സുഖം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള കാടപ്പടിക്കടുത്തുള്ള മാതാംകുളത്താണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കുട്ടികൾക്ക് കുളിക്കാനുള്ള സൗകര്യം കേട്ടോ. ചെറിയ മക്കൾക്ക് കുളിക്കാൻ പറ്റും. വലിയ ആഴമില്ല ഈ ഭാഗത്തുനിന്ന് കണ്ടില്ല. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ. പിന്നെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ ഈ വെള്ളം. അപ്പോൾ ഏതായാലും കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, കുട്ടികളും വലിയവരും ഒക്കെ ആയിട്ട് നീന്തം പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കുട്ടികൾ ഈ സൈഡിലും നീന്തുന്നുണ്ട് കേട്ടോ. ഇതാ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഇതാ നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീന്തൽ പഠിപ്പിക്കാനുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല പരിചയമുള്ള സ്ഥലങ്ങളാട്ടോ ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇവർ അങ്ങനെ നീന്തുന്നത്. കാരണം അത്യാവശ്യം നീന്താൻ അറിയുന്നവരാണ് ആ ഭാഗത്തുകൾ. നാട്ടുകാർ മൊത്തം ഉണ്ട് ഇവിടെ. വേണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാരാണ്. ആ വിഷ്വൽസൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടോ. സൂപ്പർ വിഷ്വലാണ്. ഇവിടെ ചെക്കൻ ചാടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങളൊരു ക്ലബ്ബ്, ആക്റ്റീവ് ക്ലബ്ബ് ഉണ്ട്. ഏകദേശം 300-നടുത്ത് മെമ്പേഴ്സ് ഉള്ള ഒരു ക്ലബ്ബ് ഉണ്ട്, MCU മാതാംകുളം. MCU ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മാതാംകുളം. ഞങ്ങൾ ബന്ധപ്പെട്ട പ്രവർത്തകരാണ് ഇത് പരിപാലിച്ച് നല്ല നിലയിൽ കൊണ്ടുനടക്കുന്നതൊക്കെ. അത്യാവശ്യം എല്ലാ മഴക്കാലത്തും അത്യാവശ്യം മഴ തുടങ്ങിയാൽ തന്നെ ഒത്തിരി ആളുകൾ നീന്തൽ പഠിക്കാനടക്കം സ്ഥിരം വരാറുണ്ട്. ഒരു ഇതിൽ ആളൊഴിഞ്ഞൊരു നേരം തന്നെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ 10,000-കണക്കിന് ആൾക്കാർ നീന്തൽ പഠിച്ച് തലമുറകൾ കൈമാറി വന്ന ഒരു കുളമാണിത്. പിന്നെ ഒത്തിരി ആളുകൾക്ക് റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ലൊരു വൈബും കൂടിയാണ്. എല്ലാ നിലക്കും ആളുകൾ എപ്പോഴും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കുളം കൂടിയാണ് ഇത് ഞങ്ങളെ ഇരിപ്പിടവും അനുബന്ധ പ്രദേശമാണ്. ഇത് ഈ പ്രാവശ്യം ഞങ്ങൾ ഒന്ന് വിപുലീകരിച്ചാണ്. ടോട്ടലി എല്ലാ സമയത്തും, ഏത് ഉച്ച വെയിലുള്ള സമയത്താണെങ്കിലും നല്ലൊരു വൈബാണ് ഇവിടെ ഇരിക്കാൻ. ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാ സമയത്തും ഇവിടെ തന്നെ ഉണ്ടാവാറ്. അത്യാവശ്യം എല്ലാ നിലക്കും ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കമ്പനി അടിച്ചിരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കൂടി എപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ ഒരു കുളവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് എപ്പോഴും കിട്ടാറുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ മരങ്ങൾ, ഇതാ ഈ ഉങ്ങ്, ബദാമരം, ആല് എല്ലാം ഞങ്ങൾ തന്നെ ഇവിടെ നട്ടു വളർത്തിയാണ്. ഈ ഒരു ഇരിപ്പിടം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നട്ടു വളർത്തിയൊരു മരമാണിത്. എല്ലാം കൊണ്ടും തണൽ കിട്ടുന്നതും നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷം സാഹചര്യമൊക്കെ ഉണ്ടാക്കാനൊക്കെ ഈ മരങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കഴിയാറുണ്ട്. പിന്നെ ഈ ആലൊക്കെ എല്ലാം കൊണ്ടും വെയിലുള്ള സമയത്ത് ഉപകാരം കിട്ടുന്ന ഒരു രീതിയിലാണുള്ളത്. കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ എല്ലാ നിലക്കും മികവ് പ്രകടിപ്പിക്കുന്ന ഒരു ക്ലബ്ബാണ് ഞങ്ങളെ MCU മാതാംകുളം. ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫിയും അനുബന്ധ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എപ്പോഴും ആക്റ്റീവായിട്ടുള്ള മെമ്പർമാരുള്ള ഒരു ക്ലബ്ബും കൂടിയാണ്. പ്രത്യേകിച്ച് കളികളൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ. പിന്നെ ഈ കുളത്തിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു റൂമായതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും അത് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയാറുണ്ട്. എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ആളുകൾ എല്ലാ നിലക്കും നാടിന് ഗുണമുള്ള രീതിയിലുള്ള സാഹചര്യത്തിലും എല്ലാ നിലക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ ഓണർ നമുക്ക് ബൂസ്റ്റ് പഴംപൊരിയൊക്കെ തന്നിട്ടോ. അത് നമുക്ക് ഈ കുളത്തിൻ്റെ അടുത്തുനിന്ന് കുടിക്കാറുമ്പോൾ ഒരു പ്രത്യേക വൈബാട്ടോ. ഇവിടെ എല്ലാവരും ഉണ്ട്, വന്നോളി. എന്നിട്ട് ഇവിടുന്ന് ചായയും കടിയൊക്കെ കുടിച്ചോളി, ഇവിടെ ചാടിക്കോളി, ഫുഡ് അവിടെ പോയിട്ട് കഴിച്ചോളി. എന്താ മൂപ്പര് കാട് വെട്ടാൻ പോണ ആളാട്ടോ. മൂപ്പര് ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ കുളിക്കുന്ന സ്ഥലമാട്ടോ. എല്ലാവർക്കും വന്ന് കുളിക്കുക എന്നുള്ള ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കുട്ടികളെ കുളിപ്പിക്കുകയാണ്. നമ്മളെ ബാഡ്മിന്റൺ കളി കഴിഞ്ഞിട്ട് നമ്മള് ഭയങ്കര ക്ഷീണിച്ചിട്ടായിരിക്കണ്ടാവുക. അപ്പൊ ഈ വെള്ളത്തിൽ മുങ്ങാ കിട്ടാൻ സുഖം അതുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്ര അടിപൊളിയാ. ഇത് കണ്ടില്ലേ? ആഹാ, അയ്യോ, ഇതിനെന്താ പറയല്ലോ, കണ്ണാടി ചില്ല് പോലത്തെ വെള്ളം എന്നാ പറയുക. ഈ മാതാംകുളത്തിന്റെ അടുത്തായിട്ട് തന്നെ ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ആധുനീകരണവൽക്കരണവും ഇല്ലാത്ത പരിപാടി കേട്ടോ. ഫുള്ള് വിറകടുപ്പാണ് കത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചായയും പഴംപൊരി അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ കിട്ടും. അപ്പം പൊറാട്ടയും ബീഫും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് കഴിക്കുകയും ചെയ്യട്ടോ. അവിടെ ചായ കുടിക്കും. ലൈവ് പൊറാട്ട, ബീഫ്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അവിടെ പാപ്പുവിന്റെ പഴംപൊരി നല്ല വലുപ്പമുള്ള തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിൽ കളിച്ചിട്ട് സ്ഥിരമായിട്ട് ജോലിയും കളിയൊക്കെ കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് കുളിക്കാൻ ഈ കുളമാണ് ഉപയോഗിക്കാറ് മഴക്കാലത്ത്. അതിനൊക്കെ പറ്റിയ നല്ലൊരു സൗകര്യമുള്ളൊരു കുളം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഈ നാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കിടക്കുകയാണ് ഈ മാതാംകുളം എന്ന് പറഞ്ഞ ഈ ഏരിയ. ഈ നാട് അറിയപ്പെടുന്നത് തന്നെ മാതാംകുളം എന്ന പേരിലാണ്. ഈ കുളത്തിൻ്റെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത്.
വളരെ ഈ കുളം എന്ന് കുത്തി ആര് കുത്തി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചരിത്രം ഇന്ന് ഇവിടെ ഇല്ല. പക്ഷെ അത്രയും കാലം പഴക്കമുള്ള ഒരു കുളമാണത്. ഈ കുളത്തിൽ ഈ നാട്ടിലെ എല്ലാ കുട്ടികളും ഇന്ന് മുതിർന്നവർ മുതൽ എല്ലാവരും എത്രയും കുട്ടികളുണ്ട് ആ കുട്ടികളൊക്കെ നീന്തം പഠിച്ചത് ഈ കുളത്തിൽ നിന്നാണ്. ഒരു കാലത്ത് ഈ കുളത്തിൻ്റെ ഈ കോമ്പൗണ്ട് കെട്ടുന്നതിന് മുമ്പായിട്ട് ഈ നാട്ടിലെ കുളത്തിൽ എല്ലാവരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഇന്ന് ഇതിൻ്റെ സൗന്ദര്യവൽക്കരണം വളരെ നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ മാത്രമല്ല എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ ഏത് സമയവും രാത്രിയും പകലും എന്നില്ല ഇവിടെ വന്ന് കുളിച്ച് നീന്തി പഠിച്ച് പോകുന്നു. പല സ്കൂളിൽ നിന്നും കുട്ടികളെ ഇവിടേക്ക് വരാറുണ്ട് നീന്തം പഠിപ്പിക്കാനായിട്ട്. ഏതായാലും ഇന്ന് ഈ നാട് അറിയപ്പെടുന്നത് ഈ കുളത്തിൻ്റെ പേരിലാണ്. അപ്പോൾ കുളത്തിൻ്റെ അടുത്ത് ഒരു മസാലപ്പീടി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മിക്സർ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മിക്സർ പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാങ്ങിക്കൊള്ളൂ കേട്ടോ. ഇത് തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ. കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടോ ഈ കുളത്തിലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി നമുക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.